ഹലോ, ഗുഡ് മോർണിംഗ്. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്ക് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ടെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഇന്ന് ലവേഴ്സിനുള്ള ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ ദിവസം ലവേഴ്സിന് എന്ത് ഗൈഡൻസ് ആണ് കിട്ടുന്നത് നോക്കാം. എന്താണ് ഇന്ന് ലവേഴ്സിനുള്ള ഗൈഡൻസ്? എന്താണ് ഇന്ന് ലവേഴ്സിനുള്ള ഗൈഡൻസ്? ഫസ്റ്റ് കാർഡ് വന്നിട്ട് ലെറ്റ് ഗോ ഓഫ് കൺട്രോൾ ഇഷ്യൂസ് ആണ് കേട്ടോ. ഇത് നിങ്ങളിങ്ങനെ നിങ്ങളുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്ത് വെച്ചിട്ട് ഈ കുറച്ച് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കുക. കാരണം നിങ്ങളൊന്നും അയഞ്ഞു കൊടുത്താൽ ചിലപ്പോൾ സ്മൂത്തായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കും നിങ്ങളുടേത്. പക്ഷേ അത് നിങ്ങളിങ്ങനെ കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ട് അവിടെ ഇഷ്യൂസ് ഉണ്ടാകുന്നുണ്ട്, അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആവുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആരെങ്കിലും നിങ്ങൾ കുറച്ച് സാഡിസ്റ്റ് ആയിട്ടിരിക്കുന്നത് കൊണ്ട് റിലേഷൻഷിപ്പ് കോംപ്ലിക്കേറ്റഡ് ആണെങ്കിൽ ഇന്നത് ലെറ്റ് ഗോ ചെയ്യണം. ആ കൺട്രോൾ ഇഷ്യൂസ് എല്ലാം ലെറ്റ് ഗോ ചെയ്യണം എന്നാണ് ഫസ്റ്റ് കാർഡ് വന്നിട്ടുള്ളത്. സെക്കൻഡ് കാർഡ് അൺറിക്വൈറ്റഡ് ലവ് ആണ്. ഇതൊരു ആവശ്യമില്ലാത്ത ലവ് ആണ്. നിങ്ങൾക്കിടയിൽ ഒരു അട്രാക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ടാവത്തില്ല, ഒരു കെമിസ്ട്രി നിങ്ങൾക്കിടയിൽ വർക്ക് ചെയ്യുന്നുണ്ടാവില്ല. ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ പണ്ടെങ്ങോ പ്രണയിച്ചിരുന്ന ആളുകളാണെന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ തോന്നത്ത് പോലുമില്ല. അത്രയും നിങ്ങൾ ഡിറ്റാച്ച്ഡ് ആയിട്ടായിരിക്കും നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നും ഈ റിലേഷൻഷിപ്പ് ഇങ്ങനെ മൂവ് ചെയ്ത് പോകുന്നതിൽ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല, ഈ റിലേഷൻഷിപ്പ് ലെറ്റ് ഗോ ചെയ്ത് വിട്ടേക്കാം, ഇനി ഇതിനൊരു ഫ്യൂച്ചർ ഇല്ല എന്നൊക്കെ ആയിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു എനർജിയിലായിരിക്കും ചിലപ്പോൾ നിങ്ങളിന്ന് നിൽക്കുന്നത്. നിങ്ങൾക്ക് അങ്ങനെ ആയിരിക്കും ചിലപ്പോൾ ഇന്ന് തോന്നുന്നത്. കോളിങ് ഇൻ യുവർ സോൾമേറ്റ്. കാരണം അതേ ഉള്ളൂ, നിങ്ങളുടെ സോൾമേറ്റ് ആണത്. കയ്യിൽ നിങ്ങളുടെ കൂടെ ഇരിക്കുന്ന ആൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന പേഴ്സൺ നിങ്ങളുടെ സോൾമേറ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്കിടയിൽ പല ജന്മങ്ങളിലൂടെ കടന്നു പോയിട്ടുള്ള പല കാർമിക് സിറ്റുവേഷൻസ് ഉണ്ടാവാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിടയിൽ കുറേ കാർമിക്കായിട്ടുള്ള സിറ്റുവേഷൻസ് കടന്നു പോകും. നിങ്ങൾ പെയിൻ അനുഭവിക്കും, നിങ്ങൾ പ്യൂരിഫൈഡ് ആകും, ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പഠിക്കും. അപ്പോൾ അങ്ങനെയാണ് നിങ്ങളുടെ ഒരു ഗ്രോയിങ് പ്രോസസ്സ് നടക്കാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ നിങ്ങളുടെ സോൾമേറ്റ് ആയതുകൊണ്ട് നിങ്ങളെ സംബന്ധിച്ച് ഇന്ന് നിങ്ങളുടെ സോൾമേറ്റ് ആണ്, അതൊന്ന് അക്സെപ്റ്റ് ചെയ്യുക. അതുപോലെ യുവർ പ്രേയേഴ്സ്, അഫർമേഷൻസ് ആൻഡ് വിഷ്വലൈസേഷൻസ് ഹെൽപ്പ് ബ്രിങ് യു ടുഗെദർ. അപ്പം നിങ്ങൾക്കിടയിൽ ഇപ്പോൾ ഒരു കെമിസ്ട്രി വർക്ക് ചെയ്യുന്നില്ല, നിങ്ങൾക്കിടയിൽ ഒരു റിലേഷൻഷിപ്പും ഇല്ല എന്നൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ നിങ്ങൾ സോൾമേറ്റ്സ് ആണെന്ന് അംഗീകരിക്കുക. അതുപോലെ നിങ്ങളുടെ പ്രേയേഴ്സ്, അഫർമേഷൻസ് എല്ലാം പോസിറ്റീവ് ആക്കി വയ്ക്കുക. അപ്പോൾ നിങ്ങൾ തമ്മിലുള്ളൊരു സെപ്പറേഷൻ അവസാനിക്കും എന്നാണ് കാണുന്നത്. ഓക്കെ, ഇതാണ് റിലേഷൻഷിപ്പിലുള്ള അല്ലെങ്കിൽ സെപ്പറേഷൻ അനുഭവിക്കുന്ന റിലേഷൻഷിപ്പുള്ള ആളുകൾക്കുള്ള ഗൈഡൻസ്. ഇനി എന്താണ് ഏഞ്ചൽസ് ഇന്ന് നിങ്ങൾക്ക് തരുന്ന ഗൈഡൻസ്? എന്ന് നമ്മളിത് അവസാനമാണ് എടുക്കുന്നത്. ഇന്ന് നമുക്കിതെല്ലാം ആദ്യം എടുക്കാം. എങ്ങനെയുണ്ട് എന്ന് നോക്കാം. അങ്ങനെ റീഡിങ് എടുത്താൽ എങ്ങനെയുണ്ടെന്ന് നോക്കാം. എന്താണ് ഏഞ്ചൽസിന് ഇന്ന് ഈ നിമിഷം നിങ്ങളോട് പറയാനുള്ളത്? ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിൽ 3 കാര്യങ്ങൾ ആലോചിക്കുക. 3 കാർഡാണ് എടുക്കുന്നത്. ആദ്യത്തെ കാര്യം മനസ്സിലാലോചിക്കുക, അതിന് ഏഞ്ചൽസ് തരുന്ന ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഒന്നാമത്തെ കാര്യം മനസ്സിലാലോചിക്കുക, അതിന് ഏഞ്ചൽസ് തരുന്ന ഗൈഡൻസ് യു ആർ റെഡി. അപ്പോൾ ശരിക്കും നിങ്ങൾ മനസ്സുകൊണ്ട് ഓക്കെ അല്ലായിരുന്നിരിക്കും ചിലപ്പോൾ. ഇപ്പം നിങ്ങൾ ഫേസ് ചെയ്ത് ഇപ്പം നിങ്ങൾ ചോദിച്ചിരിക്കുന്ന ചോദ്യത്തിന് നിങ്ങൾ മനസ്സുകൊണ്ട് റെഡി അല്ലായിരുന്നിരിക്കും. നിങ്ങൾ കുറച്ച് സെപ്പറേഷൻ അനുഭവിച്ചിരുന്നത് കൊണ്ടും കുറച്ച് ട്രോമാസിലൂടെ പോയതുകൊണ്ടും ഒക്കെ നിങ്ങൾ കുറച്ച് സഫറിങ് അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മാറി നിൽക്കുമായിരുന്നെങ്കിൽ ഇപ്പോൾ ഈ നിമിഷം നിങ്ങൾ റെഡിയാണ്, യു ആർ റെഡി എന്നാണ്. നിങ്ങൾക്കിനി ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോകാമെന്നാണ് ഫസ്റ്റ്. ഇനി രണ്ടാമത്തെ ചോദ്യം നിങ്ങൾ മനസ്സിൽ വിചാരിക്കുക, അതിന് എന്താണ് ഏഞ്ചൽസ് തരുന്ന ഗൈഡൻസ് എന്ന് നോക്കാം. രണ്ടാമത്തെ ചോദ്യം അബണ്ടൻസ് ആണ്. നിങ്ങൾക്ക് ഇന്നേ ദിവസം അബണ്ടൻസ് വന്ന് ചേരുന്നതാണ്. ഫിനാൻഷ്യൽ അബണ്ടൻസ് ആയിരിക്കാം, ചിലപ്പം സന്തോഷമായിരിക്കാം, സമൃദ്ധി ആയിരിക്കാം. നിങ്ങൾ എന്താണോ അബണ്ടൻസ് എന്ന് വിചാരിക്കുന്നത്, എന്താണോ നിങ്ങളുടെ ഹാപ്പിനെസ് എന്ന് വിചാരിക്കുന്നത്, അത് ഇന്നേ ദിവസം നടക്കും. ഓക്കെ, മൂന്നാമത്തെ കാര്യം ആലോചിക്കുക. റിമെയിൻ പോസിറ്റീവാണ്. അപ്പോൾ നിങ്ങളോട് പോസിറ്റീവായിട്ട് തന്നെ ഇരിക്കുക. നിങ്ങളുടെ ചിന്തകളെല്ലാം നെഗറ്റീവായിട്ട് പോയിട്ടുണ്ടാവും. നിങ്ങൾ ഇനി ഒരിക്കലും അതൊന്നും നടക്കില്ല എന്ന് വിചാരിച്ചിട്ടുണ്ടാവും. പക്ഷെ അതൊന്നും അല്ല. കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പദ്ധതികൾ രൂപപ്പെട്ടു വരുന്നതേ ഉള്ളൂ. പോസിറ്റീവായിട്ടിരിക്കുക. എന്ത് നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നോ, എന്തിനു വേണ്ടിയിട്ട് കൂടുതൽ നിങ്ങൾ വർക്ക് ചെയ്യുന്നോ, എന്ത് ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നോ നിങ്ങളിലേക്ക് വന്നു ചേരും. ഓക്കെ, ഇതാണ് ഏഞ്ചൽസ് തരുന്ന ഗൈഡൻസ്. ഓക്കെ, ഇനി ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണ്? യൂണിവേഴ്സ് നമുക്ക് തരുന്ന ഗൈഡൻസ് നോക്കാം. ടാറോ വെച്ചിട്ട് എന്താണ് ഇന്നത്തെ ഗൈഡൻസ് എന്ന് നോക്കാം. എന്താണ് ഇന്ന് യൂണിവേഴ്സ് നമുക്ക് തരുന്ന ഗൈഡൻസ്? ഇന്നത്തെ ദിവസം എന്ത് എനർജിയാണുള്ളത്, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം നോക്കാം. ഫസ്റ്റ് കാർഡ് വന്നിട്ട് 7 ഓഫ് പെൻറ്റക്കിൾ ആണ്.
പണത്തിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. പണം ഒരു വലിയ ഇഷ്യൂ ആണ്. ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട് ചെയ്ത് വെച്ച ഒരു ജോലിയായിരിക്കും, അതിൻ്റെ ഫലം നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ അത് നിങ്ങളുടെ തന്നെയാണ്, നിങ്ങൾക്ക് കിട്ടേണ്ടത് തന്നെയാണ്, പക്ഷെ അത് നിങ്ങളുടെ കയ്യിലേക്ക് വന്നിട്ടില്ല. അപ്പോൾ അത് എപ്പോൾ കിട്ടുമെന്ന് വിചാരിച്ച് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന ഒരു എനർജിയാണ് ഈ 7 ഓഫ് പെൻറ്റക്കിൾസ്. ഇത് മോസ്റ്റ്ലി പണമാണ്. പണത്തിന് വേണ്ടിയിട്ട് ഇന്ന ദിവസം വെയിറ്റ് ചെയ്യുന്ന ആളുകളുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങളുടെ വെയിറ്റിംഗ് വെർത്താണ്, അത് നിങ്ങൾക്ക് തന്നെ ഉള്ളതാണ്, നിങ്ങളിലേക്ക് തന്നെ വരും. പക്ഷേ ഇന്നൊരു വെയിറ്റിംഗ് എനർജിയാണ് കാണിക്കുന്നത്. അപ്പോൾ വെയിറ്റിംഗ് എനർജിയാണ് കാണിക്കുന്നത്. ഫിനാൻസ് മാത്രമല്ല, ചിലപ്പോൾ ചില ആളുകളെയും നിങ്ങളിന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. നിങ്ങൾ അവരെ മനസ്സിൽ നിന്ന് വിട്ട് കളഞ്ഞായിരിക്കും, പക്ഷേ ഇന്ന് പെട്ടെന്ന് അവരെക്കുറിച്ച് ഓർമ്മ വരിക, അവരെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുക, അവർ വന്നിരുന്നെങ്കിലെന്ന് ആഗ്രഹിക്കുക, ചിലപ്പോൾ അവർ വരുമായിരിക്കും എന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ദിവസമാണ് 7 ഓഫ് പെൻറ്റക്കിൾസ്. അപ്പോൾ ഇന്ന് എന്തോ പൈസയ്ക്ക് ആവശ്യമുണ്ട്, അവരുടെ എനർജിയാണിത്. പൈസയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു എന്നുള്ള എനർജിയാണ് വന്നിട്ടുള്ളത്. ചാരിയറ്റാണ്. അപ്പോൾ പണം വെയിറ്റ് ചെയ്യുന്നവർ പേടിക്കേണ്ട, വരും കേട്ടോ. പണം നിങ്ങളിലേക്ക് വന്നു ചേരുമെന്നാണ്. ചാരിയറ്റ് എനർജിയാണ്. എവിടെയാണോ സ്റ്റക്കായി നിൽക്കുന്നത് അവിടെ നിന്നൊരു മൂവ്മെൻറ്റ് ഉണ്ടാവും, അവിടെ ഒരു ചലനം ഉണ്ടാവും. തീർച്ചയായിട്ടും യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. യൂണിവേഴ്സ് നിങ്ങളിലേക്ക് അബണ്ടൻസ് കൊണ്ട് തരുന്നുണ്ട്. അബണ്ടൻസിൻ്റെ കാർഡ് നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ആഗ്രഹമുള്ളത് എന്താണോ അത് യൂണിവേഴ്സ് നിങ്ങൾക്ക് ഏറ്റവും മികച്ചതാക്കി നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് ചേരാത്തത് കൊണ്ട് നിങ്ങളിൽ നിന്ന് മാറ്റിക്കളഞ്ഞ എന്തെങ്കിലും കാര്യങ്ങൾ, അതിൻ്റെ പരിവമൊക്കെ മാറ്റി അതിനെ ഒന്ന് മോഡിഫൈ ചെയ്ത് നിങ്ങൾക്ക് വേണ്ടുന്ന പരുവത്തിലാക്കി അത് തിരിച്ച് നിങ്ങളിലേക്ക് കൊണ്ടുവരുന്ന ഒരു എനർജിയാണ് ഈ ചാരിയറ്റ്. അപ്പോൾ ഇന്നേ ദിവസം നിങ്ങളിലേക്ക് എന്തോ ഒരു കാര്യം വന്നു ചേരുന്നുണ്ട്. പണമായിരിക്കാം, വ്യക്തികളായിരിക്കാം, ജോബ് ഓഫർ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതായിരിക്കും. അത് നിങ്ങളിലേക്ക് വന്നു ചേരുന്നു എന്നാണ്. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്നു എന്ന് തന്നെയാണ് ചാരിയറ്റ് എനർജി പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് പേജ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. വീണ്ടും ഒരു യങ്ങർ എനർജിയാണ്. അതുപോലെ നിങ്ങൾക്കൊരു ഓഫർ വരുന്നു എന്നാണ്. മേ ബി ഒരു ലവ് ഓഫർ ആയിരിക്കാം, അല്ലെങ്കിൽ അതൊരു ജോബ് ഓഫറോ ഒക്കെ ആയിരിക്കാൻ സാധ്യതയുണ്ട്. ഇത് മോസ്റ്റ്ലി നിങ്ങളിത് മാറിപ്പോയിട്ടുള്ള ഒരാൾ, നിങ്ങൾ ആർക്ക് വേണ്ടിയാണോ കാത്തിരുന്നത് അയാൾ ഇന്ന് നിങ്ങളുടെ കാണാനായിട്ട് വരുന്നുണ്ടാവും, നിങ്ങൾ തമ്മിൽ കാണുന്നുണ്ടാവും. അയാളുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്കൊരു അപ്രോച്ച് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതാണ് പേജ് ഓഫ് കപ്സ്. ഇതൊരു പുതിയ ലവ് ആണ്. ചിലപ്പോൾ പാസ്റ്റിൽ നഷ്ടപ്പെട്ടു പോയിട്ട് വീണ്ടും നിങ്ങളിലേക്ക് പുതിയതായിട്ട് വരുന്നൊരു റിലേഷൻഷിപ്പാണ്. പാസ്റ്റിലത്തെ റിലേഷൻഷിപ്പ് തന്നെയാണ്, അത് വീണ്ടും നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ്. പേജ് ഓഫ് കപ്സ് എന്നൊരു ലവ് ഓഫർ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യത ഉണ്ടെന്നാണ് കേട്ടോ. അത് ലവ് ഓഫർ മാത്രമാണോന്നില്ല, ജോബ് ഓഫറോ ഒക്കെ ആവാൻ സാധ്യതയുണ്ട്. ചിലപ്പം അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു ഗിഫ്റ്റോ സർപ്രൈസ് ഒക്കെ കിട്ടുന്നതാകാനും സാധ്യതയുണ്ട്. നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ആളുകളിൽ നിന്നൊരു കോളോ മെസ്സേജൊക്കെ വരുന്നതോ ഒരു ഗിഫ്റ്റോ സർപ്രൈസ് ഒക്കെ കിട്ടുന്നതോ ഒക്കെ ആയിരിക്കാൻ സാധ്യതയുണ്ട്. ദെൻ ക്വീൻ ഓഫ് കപ്സ് ആണ്. മറ്റുള്ളവരെ നിരുപാധികം സ്നേഹിക്കുമ്പോൾ, അൺകണ്ടീഷണലായിട്ട് സ്നേഹിക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു കുത്തൽ തോന്നും. പക്ഷേ ഞാൻ അവരെ സ്നേഹിക്കുന്നുണ്ട്, പക്ഷെ എന്നെ സ്നേഹിക്കാൻ ആരും ഇല്ലല്ലോ എന്നുള്ളൊരു തോന്നൽ വരുമല്ലോ. ആ തോന്നലാണ് ഈ ക്വീൻ ഓഫ് കപ്സ് എന്ന് പറയുന്നത്. നമുക്ക് അൺകണ്ടീഷണലായിട്ട് സ്നേഹിക്കാൻ പറ്റുക മറ്റുള്ളവരോട്. നമുക്ക് കയ്യിലുള്ള വസ്തുക്കൾ നമുക്കൊരു ഭയമില്ലാതെ, ഒരു വേദനയില്ലാതെ, വിഷമമില്ലാതെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ പറ്റുക. എന്ത് സാധനവും ഞാൻ തരാം എന്ന് പറഞ്ഞ് കൊടുക്കാൻ പറ്റുക. ഇതൊക്കെയാണ് ഈ ക്വീൻ ഓഫ് കപ്പ്. വളരെയധികം മറ്റുള്ളവർ സഹാനുഭൂതിയുള്ള, വാത്സല്യമുള്ള, സ്നേഹമുള്ള, ഒരു മദർലി അഫെക്ഷനോട് കൂടിയൊരു ഫെമിനൈൻ എനർജി ആയിട്ടായിരിക്കും ഇന്ന് നിങ്ങളെ തോന്നുന്നത്. മറ്റുള്ളവർക്ക് എന്ത് സഹായവും ചെയ്യാനായിട്ട് മനസ്സുള്ള ഒരാളായിരിക്കും. പക്ഷേ ഇവിടെ ഹീലിംഗ് ആവശ്യമുണ്ട്. നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ വളരെയധികം ട്രോമാറ്റിക് ആയിരിക്കും. നിങ്ങൾ ഒറ്റയ്ക്കിരിക്കുന്ന സമയങ്ങളിൽ നിങ്ങളെ ചില കാര്യങ്ങൾ ഓർത്ത് കരയാറില്ലേ, നിങ്ങൾക്ക് ഭയങ്കര മൂഡ് ഓഫ് വരാറില്ലേ. ചിലപ്പോൾ അത് നിങ്ങളുടെ കുഞ്ഞുനാളിലുണ്ടായിട്ടുള്ള ട്രോമ കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടായ സമയത്തുണ്ടായ ട്രോമയായിരിക്കാം. നിങ്ങൾ വളരെ പ്രിയപ്പെട്ട് കൊണ്ടുനടന്നൊരു ജോബായിരിക്കാം, ചിലപ്പോൾ നിങ്ങളെ പറ്റിച്ച് കടന്നു വന്നിട്ടുള്ള വ്യക്തികളായിരിക്കാം. അങ്ങനെ എന്തെങ്കിലും ഒരു ട്രോമയിലൂടെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ടെങ്കിൽ അതിൽ നിങ്ങൾ ഇനി ഹീലിംഗ് ആഗ്രഹിക്കുന്നുണ്ട്, ഹീലിംഗ് ആവശ്യപ്പെടുന്നുണ്ട് നിങ്ങളുടെ സോള്. അപ്പോൾ ആ ഹീലിങ്ങിലൂടെ നിങ്ങൾ പോകണം എന്നുള്ളതാണ്. നിങ്ങൾ ഇനിയും ഹീലിംഗ് ആഗ്രഹിക്കുന്നുണ്ട്, ആവശ്യപ്പെടുന്നുണ്ട് നിങ്ങളുടെ സോള് എന്ന് കാണുന്നുണ്ട്. അതുപോലെ നിങ്ങൾ ഇന്ന് മറ്റുള്ളവരുടെ സഹായം സ്വീകരിക്കുമെന്നും, മറ്റുള്ളവർക്ക് സഹായം ചെയ്യുമെന്നും, മറ്റുള്ളവർക്ക് വേണ്ടി നിലകൊള്ളുമെന്നും, മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുമെന്നൊക്കെയാണ് ഈ ക്വീൻ ഓഫ് കപ്സ് പറയുന്നത്. ഓക്കെ, ദെൻ നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. പണം വരും. അപ്പോൾ നിങ്ങൾ കാത്തുകാത്തിരുന്ന പണം നിങ്ങളിലേക്ക് വരും, കാത്തുകാത്തിരുന്ന ഒരു കമ്മിറ്റ്മെൻറ്റ് നിങ്ങളിലേക്ക് വരും, കാത്തുകാത്തിരുന്ന ഒരു ഫിനാൻഷ്യൽ അബണ്ടൻസ് നിങ്ങളിലേക്ക് വരും എന്നൊക്കെയാണ് ഈ നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്. ഇത് നിങ്ങളിൽ ഉണ്ടായിരുന്നതായിരിക്കാം, നിങ്ങൾ നിങ്ങളുടേതായിട്ട് വെച്ചിരുന്ന ഒരു കാര്യമായിരിക്കാം, ഒരു പണമായിരിക്കാം, ജോബായിരിക്കാം, ഒരു വ്യക്തിയായിരിക്കാം. അത് നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി, ഇടക്കാലത്ത് നിങ്ങളിൽ നഷ്ടപ്പെട്ടു പോയി. നിങ്ങൾ ഇതിനു വേണ്ടി ഒരുപാട് സഫർ ചെയ്തിട്ടുണ്ടാവും, ഒരുപാട് കാത്തിരുന്നിട്ടുണ്ടാവും, കരഞ്ഞിട്ടുണ്ടാവും, ഉറക്കമില്ലാത്ത രാത്രികൾ ഉണ്ടായിട്ടുണ്ടാവും,
ഒരുപാട് നിങ്ങൾ സ്ട്രഗിളിലൂടെ കടന്നു പോയിട്ടുണ്ടാവും. അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളൊരു ഇൻസൈറ്റ് ഉണ്ട്. നിങ്ങൾ പല പാഠങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അതിന് ശേഷവും നിങ്ങളുടെ ജീവിതത്തിൽ ഇതേപോലുള്ള സാഹചര്യങ്ങൾ വന്നിട്ടുണ്ടാവും. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ അതിനെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട് എങ്കിൽ ആ നിങ്ങൾ നഷ്ടപ്പെട്ടത് എന്താണോ അതൊന്ന് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതാണ്. അപ്പം നൈറ്റ് ഓഫ് പെൻറ്റക്കിൾ പറയുന്നത് കാത്തിരുന്ന പണമായിരിക്കാം, കാത്തിരുന്ന ആളുകളായിരിക്കാം നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു എന്നാണ്. ഒരു കമ്മിറ്റ്മെൻ്റ് ആയിരിക്കാം നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു എന്നാണ്. ചിലപ്പോൾ ഒരാൾ വന്നിട്ട് നിങ്ങൾക്ക് വാക്ക് തരുന്നതായിരിക്കും, ഇനി ഞാൻ പോകത്തില്ല, അല്ലെങ്കിൽ എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ വന്ന് നിങ്ങളോട് സോറി പറയുന്നതാകാനും സാധ്യതയുണ്ട്. അതാണ് നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് കേട്ടോ. 10 ഓഫ് കപ്സ് ഫാമിലി യൂണിയൻ്റെ കാർഡാണ്. ഇപ്പോൾ പറഞ്ഞ് എല്ലാവർക്കും കാർഡുകളൊക്കെ അറിയായിരിക്കും അല്ലേ. 10 ഓഫ് കപ്സ് ഫാമിലി യൂണിയൻ്റെ കാർഡാണ്. ഫാമിലിയോടൊപ്പം സമയം സ്പെൻഡ് ചെയ്യുന്നു എന്നാണ്. വളരെ സ്നേഹത്തോടു കൂടി ഫാമിലിയോടൊപ്പം ചിലവഴിക്കാൻ പറ്റും എന്നുള്ളതാണ്. ഫാമിലിക്കുള്ളിൽ തന്നെ നിങ്ങൾ സമയം സ്പെൻഡ് ചെയ്യുക, ഫാമിലിക്ക് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക, അതൊക്കെയാണ്. പ്ലസ് നിങ്ങൾ ട്രിപ്പ് പോവുകയോ എല്ലാവരും കൂടെ പുറത്ത് പോവുകയൊക്കെ ചെയ്യുന്ന ഒരു എനർജിയാണ് ഈ 10 ഓഫ് കപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് 10 ഓഫ് കപ്പ് വരുമ്പോൾ ഫെമിലിയൽ ബോണ്ടേജ്, അത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ആയാലും ദാമ്പത്യ ജീവിതം വളരെ ദൃഢമാകുക എന്നുള്ളൊരർത്ഥമുണ്ട്. അതിൽ ഫെമിലിയൽ ബോണ്ടേജ് മക്കൾ തമ്മിലാണെങ്കിൽ അങ്ങനെ, സിബ്ലിങ്സ് തമ്മിലാണെങ്കിൽ അങ്ങനെ, ഫാദർ മദർ ചിൽഡ്രൻ റിലേഷൻഷിപ്പ് ആയിരിക്കും. അതൊക്കെ ഒരു ദൃഢമാവുന്ന ഒരു എനർജിയാണ്. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് റിസോൾവ്ഡ് ആവുകയും ചെയ്യും. അതൊക്കെ പരിഹരിക്കപ്പെടുകയും ചെയ്യുന്നൊക്കെ എനർജിയാണ് കേട്ടോ. ഡബിളും ഉണ്ട്, കൊള്ളാം. ഫാന്റാസ്റ്റിക് പ്ലാസ്റ്റിക് എന്നാ എനിക്ക് ഈ കാർഡ് വരുന്നതെന്ന് എനിക്കറിയത്തില്ല. ഇത് ഡബിൾ കാർഡ് എന്താ അറിയാമോ, ചില ഒബ്സഷൻസ് തോന്നും, ചില കാര്യങ്ങളോട് നമുക്ക് വല്ലാത്ത അഭിനിവേശം തോന്നുക, ചിലരോട് നേരത്തെ വല്ലാത്ത സ്നേഹമുണ്ടായിരുന്ന ചില ആളുകൾ അവരെ വിട്ടുപോയതായിരിക്കും. പക്ഷേ ഇന്ന് അവരോട് വീണ്ടും വല്ലാത്തൊരു അഭിനിവേശം, അഡിക്ഷൻ, പെട്ടെന്നൊരു കൺട്രോൾ ഇല്ലാതെ ഇത്രയും നാൾ പിടിച്ചെന്നൊരാൾ പെട്ടെന്ന് കൺട്രോൾ പോയിട്ട് അവർക്ക് മെസ്സേജ് അയക്കുക, വിളിക്കുക, അവരോട് വീണ്ടും സംസാരിക്കണമെന്ന് തോന്നുക. അങ്ങനെ വല്ലാത്തൊരു അഡിക്ഷൻ, ഒബ്സഷനൊക്കെ ചില ആളുകളോട് തോന്നുക, ചില സാധനങ്ങളോട് തോന്നുക. ഈ പറഞ്ഞ ഇൻടോക്സിക്കേഷൻസ് യൂസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ അതിനോട് വല്ലാത്ത ഒബ്സഷൻ തോന്നുക, മദ്യപിക്കണമെന്ന് തോന്നുക. നിങ്ങൾ യൂസ് ചെയ്തിരുന്ന എന്തൊക്കെയാണോ, ചിലപ്പോൾ നിങ്ങൾ പാസ്റ്റിൽ നിർത്തി പോയിട്ടുള്ളതായിരിക്കും, എങ്കിൽ പോലും അതിനോട് വല്ലാത്ത അഡിക്ഷനൊക്കെ തോന്നാതിരിക്കാൻ സാധ്യതയുണ്ട്. അതിപ്പോൾ ഫിസിക്കൽ നീഡ്സ് ആയാലും മതി കേട്ടോ, അത്തരത്തിലുള്ള കാര്യങ്ങളോട് വല്ലാത്ത ഒബ്സഷൻ തോന്നാകാനും സാധ്യതയുണ്ട്. പിന്നെ ഇത് ചില മനുഷ്യരുടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ വളരെ വിസിബിൾ ആയിരിക്കും. വളരെ സ്ട്രോങ് ആയിട്ടുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിങ്ങൾക്ക് റിലേഷൻഷിപ്പുകളിൽ ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നതാകാനോ ആ വ്യക്തിയായിട്ട് നേരിട്ട് മുഖാമുഖം കാണാനോ ഒക്കെ കാണാൻ ഒരു സാഹചര്യമുണ്ട്. ചിലപ്പോൾ ആ ആളുകളെ ഫോൺ വിളിക്കുകയോ അല്ലെങ്കിൽ അവരുമായിട്ട് നേരിട്ടൊരു ഫൈറ്റ് ഉണ്ടാവുമോ അല്ലെങ്കിൽ അവരെ നേരിട്ട് കാണാനോ ഒക്കെ സാധ്യതയുള്ളൊരു ദിവസമാണ്. അതാണ് ഈ ഡബിൾ കാർഡ് പറയുന്നത്. പിന്നെ ഒരു നെഗറ്റീവായിട്ടുള്ളൊരു എനർജി നിങ്ങൾക്ക് ഉള്ളിൽ തന്നെ ചിലപ്പോൾ വന്ന് ചേരുന്നുണ്ടായിരിക്കും. നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ വീട്ടിൽ കുറേ അനർത്ഥങ്ങളൊക്കെ സംഭവിക്കുന്നു, ഒന്നും ചെയ്തിട്ട് ശരിയാവുന്നില്ല. ചിലപ്പോൾ കൊച്ചുതാണെങ്കിലും ആളുകൾക്ക് ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നുണ്ടാവും, പൈസയ്ക്ക് പ്രശ്നം ഉണ്ടാവുന്നുണ്ടായിരിക്കും, മനസ്സമാധാനം ഇല്ലായ്മ ഉണ്ടാവുന്നുണ്ടായിരിക്കും. അപ്പം നിങ്ങൾക്ക് തന്നെ തോന്നും ഇതെന്തോ ഒരു നെഗറ്റീവ് എനർജി വീട്ടിൽ കിടന്ന് കളിക്കുന്നുണ്ടോ എന്നൊക്കെ ഒരു തോന്നൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇന്ന ദിവസം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതാണ് ഈ ഡബിൾ കാർഡ് കേട്ടോ. ഒരു നെഗറ്റീവ് എനർജിയുടെ സാന്നിധ്യമാണോ, സൂക്ഷിക്കണം കേട്ടോ. അങ്ങനെയൊക്കെ ഉള്ള നമുക്ക് തന്നെ ഒരു തോന്നൽ വരുമ്പോഴേ അത് നമ്മുടെ ഇൻറ്റ്യൂഷൻ ആയിരിക്കും. ചില ആളുകളുടെ കണ്ണ് പോലും ആയിരിക്കാൻ സാധ്യതയുണ്ട്, അതുപോലും നമ്മളെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിലാക്കും. ദെൻ ഏസ് ഓഫ് വാൺസ് ഒരു കമ്മ്യൂണിക്കേഷൻ്റെ കാർഡാണ്. ചില ആളുകളിൽ നിന്ന് നമുക്കൊരു കമ്മ്യൂണിക്കേഷൻ, നമ്മൾ കാത്തിരുന്ന ആളുകളിൽ നിന്ന് നമുക്കൊരു കമ്മ്യൂണിക്കേഷൻ കിട്ടുക, ചിലപ്പോൾ ഒരു ജോബ് ഓഫർ കിട്ടുക, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ചിരുന്നൊരു കാര്യം നമ്മളിലേക്ക് വന്നു ചേരുന്ന ഒരു എനർജിയാണ്. അതുപോലെ പുതിയൊരു സംരംഭം തുടങ്ങുന്നതിനെക്കുറിച്ച് നമ്മളുടെ ഒരു ആശയം ഇന്ന് മുന്നോട്ട് ആശയമായിട്ട് വരുന്നതായിരിക്കും ചിലപ്പോൾ, അല്ലെങ്കിൽ അതിനൊരു ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മളെടുത്ത് വെക്കുന്നതായിരിക്കാൻ സാധ്യതയുണ്ട്. ഏസ് ഓഫ് വാൺസ് ഒരു പുതിയ തുടക്കമാണ്. അതുപോലെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ പഠിക്കാനായിട്ട് തുടങ്ങുന്നുണ്ടായിരിക്കും, പുതിയ കാര്യങ്ങൾ പഠിക്കാൻ തുടങ്ങുന്നതായിരിക്കും. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്രിയേറ്റീവായിട്ടുള്ളൊരു കാര്യം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ വളരെ പാഷനേറ്റ് ആയിട്ട് കൊണ്ട് നടക്കുന്ന ഒരു കാര്യം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതാകാനും സാധ്യതയുണ്ട്. ദെൻ 9 ഓഫ് കപ്പാണ്. ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടാവും, ഒരുപാട് സഫർ ചെയ്തിട്ടുണ്ടാവും, ഒരുപാട് ഓടി നടന്ന് കഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇന്നേ ദിവസം നിങ്ങൾ വിചാരിക്കും ഒന്നൊന്ന് ഇരിക്കാൻ പറ്റിയായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു, ഇന്ന് എല്ലാം ഒന്ന് സമാധാനമാവും. ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുള്ള ഒരു കാര്യം,
ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുള്ള ഒരു കാര്യം, അതിന് ഇന്നൊരു തീരുമാനമാവും. അത് ഇന്നേ ദിവസം നിങ്ങൾക്കത് നിങ്ങളിലേക്ക് വന്ന് ചേരും. അപ്പോൾ നിങ്ങൾക്ക് ഹാപ്പി ആൻഡ് സാറ്റിസ്ഫൈഡ് ആയിട്ടിരിക്കാൻ പറ്റും. ചിലപ്പോൾ ഒരുപാട് കാലമായിട്ട് നിങ്ങളുടെ മനസ്സിലുള്ള ഒരു ആഗ്രഹമായിരിക്കും. ആ ആഗ്രഹം ചിലപ്പോൾ ഇന്നേ ദിവസം നിങ്ങൾക്ക് സാധ്യമായി എന്നൊരു കോള് നിങ്ങൾക്ക് വരും. ഒരു കോൾ ഓർ മെസ്സേജ് നിങ്ങളുടെ ഇപ്പം ഒരു വീട് വാങ്ങിക്കാൻ വേണ്ടി നിങ്ങൾ ലോണിന് നടക്കുകയാണെങ്കിൽ അതായിരിക്കും. നിങ്ങൾക്ക് ഒരു കോൾ വരുവാണ് നിങ്ങളുടെ ലോൺ സാങ്ഷൻ ആയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ നിങ്ങൾ വളരെ ഹാപ്പി ആയിരിക്കത്തില്ലേ. അപ്പോൾ ഹാപ്പി ആൻഡ് സാറ്റിസ്ഫൈഡ് ആയിട്ടിരിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് 9 ഓഫ് കപ്പിൻ്റെ എനർജി. ഓക്കെ, അപ്പോൾ ഇന്ന് അങ്ങനെയുള്ളൊരു എനർജിയാണ്. നിങ്ങൾ കാത്തിരുന്നൊരു കാര്യം സംഭവിക്കുന്ന ഒരു ദിവസമാണെന്നാണ് കാണുന്നത് കേട്ടോ. ദെൻ 5 ഓഫ് കപ്സ്. ചിലപ്പോൾ ചില കാര്യങ്ങൾ ചിലരുമായിട്ടൊക്കെ വഴക്കുണ്ടാകാൻ സാധ്യതയുണ്ട്. ചിലരുമായിട്ട് നേർക്ക് നേരെ നിന്നിട്ട് വഴക്കുണ്ടാവുക, നമ്മൾ പ്രതീക്ഷിക്കാത്ത ആളുകളിൽ നിന്ന് നമുക്കെതിരെയുള്ള സംസാരങ്ങൾ നമ്മൾ കേൾക്കുക, എന്നാൽ അവരത് പറഞ്ഞല്ലോ എന്നുള്ള വേദന, വിഷമം, ഡിപ്രഷൻ, അത് അവരോടുള്ള ട്രസ്റ്റ് നഷ്ടപ്പെട്ടതിലുള്ളൊരു വിഷമം, അതൊക്കെയാണ് 5 ഓഫ് കപ്സ്. നമ്മളെന്തോ പ്രതീക്ഷിക്കും, പക്ഷെ അത് നടക്കത്തില്ല. അപ്പോൾ ഉണ്ടാകുന്നൊരു മാനസിക സമ്മർദ്ദം ഉണ്ടല്ലോ, ഒരു നിരാശ, റിഗ്രറ്റ്, ഡിസപ്പോയിൻമെൻറ്റ്, അതാണ് ഈ 5 ഓഫ് കപ്പ്. പാസ്റ്റിൽ നഷ്ടപ്പെട്ടതിനോർത്ത് ദുഃഖിച്ചിരിക്കുക എന്നുള്ളതാണ്. ഈ പാസ്റ്റിൽ നഷ്ടപ്പെട്ടത് എന്ന് പറയുന്നത് എപ്പോഴും ഒരു പോസിറ്റീവായിട്ട് എടുക്കണം. കാരണം അത് നഷ്ടപ്പെട്ടത് കൊണ്ടാണ് മറ്റു പലതും നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് വേണ്ടാത്തതാണത്, അതുകൊണ്ടാണത് നഷ്ടപ്പെട്ടു പോയത്. അപ്പോൾ നിങ്ങൾക്ക് നല്ലത് നിങ്ങളിലേക്ക് വന്നു ചേരും. അപ്പോൾ അത് നിങ്ങൾക്ക് നല്ലതല്ലാത്തത് കൊണ്ടാണ് അത് നിങ്ങളിൽ നിന്ന് മാറിപ്പോയിട്ടുള്ളത്. അപ്പോൾ അതിനെ നിങ്ങൾ നന്ദി പറയുക, ഗ്രാറ്റിറ്റ്യൂഡ് പറയുക, ഹാപ്പി ആയിട്ടിരിക്കുക. ഏറ്റവും നല്ലത് മാത്രം പ്രപഞ്ചം നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്ന് തരും. അത് നിങ്ങൾക്ക് ചുറ്റും തന്നെയുണ്ട്, നിങ്ങളൊന്ന് കണ്ണു തുറന്ന് നോക്കിയാൽ മാത്രം മതി. അപ്പോൾ ജോലി നഷ്ടപ്പെട്ടിട്ടുള്ള ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ചുറ്റും നോക്കുക, നിങ്ങൾക്ക് മനോഹരമായ ജോലികൾ നിങ്ങൾക്ക് ചുറ്റും വന്ന് ഓഫേഴ്സായിട്ട് നിൽക്കുന്നുണ്ട്. നിങ്ങൾ അപ്ലൈ ചെയ്താൽ മാത്രം മതി, നിങ്ങൾക്ക് ഓൾ ഓഫ് എ സഡൻ നിങ്ങൾക്ക് ജോലി കിട്ടാൻ സാധ്യതയുണ്ട്. ഇനി ചില ആളുകൾ വളരെ ഹാർഡ് വർക്ക് ചെയ്തിട്ട്, ഇവിടെ നമ്മൾ പറഞ്ഞു കുറേ ഹാർഡ് വർക്ക് ചെയ്തൊരു കാര്യം സാറ്റിസ്ഫൈഡ് ആയിട്ട് കിട്ടും എന്ന് നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ടിരിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ 5 ഓഫ് കപ്പം വരുമ്പം ചില ആളുകളെ സംബന്ധിച്ച് നിങ്ങൾക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന കാര്യം ചിലപ്പോൾ കിട്ടത്തില്ല. നിങ്ങൾ സംഭവിക്കും എന്ന് ഉറപ്പായിട്ട് സംഭവിക്കും എന്ന് വിചാരിച്ച് ചില കാര്യങ്ങൾ സംഭവിക്കാതിരിക്കും. ചിലപ്പോൾ നിങ്ങൾ ഇന്നിത് ഉറപ്പായിട്ടും എൻ്റെ കയ്യിലേക്ക് വരുമെന്ന് വിചാരിക്കുന്നത് ചിലപ്പോൾ ഇന്നല്ല നാളത്തേക്ക് മാറിപ്പോകും. അപ്പോൾ ഉണ്ടാകുന്നത് നിരാശ ഉണ്ടല്ലോ, ആ നിരാശയിലൊക്കെ ഇരിക്കേണ്ടി വരാൻ സാധ്യതയുണ്ട്. തന്നെ ഓട്ടം വന്നിരിക്കുന്ന 5 ഓഫ് ഫണ്ടാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ചിലപ്പോൾ ചില ആളുകൾ നിങ്ങൾക്കെതിരെ സംസാരിക്കുന്നതോ അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് മോശം സംസാരിക്കുന്നത് നിങ്ങൾ കേൾക്കുവോ, അല്ലെങ്കിൽ അതിൻ്റെ പേരിലുള്ളൊരു മാനസിക സംഘർഷമോ മറ്റുള്ളവരുമായിട്ടൊന്ന് കുസ്തിക്ക് പോകേണ്ടി വരേണ്ട അവസ്ഥയോ ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ചുറ്റും നിങ്ങൾക്ക് അറിയുന്ന ആളുകൾ തന്നെയാണ്, നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളുകളോട് തന്നെയാണ് ചിലപ്പോൾ ഒരു വഴക്കൊക്കെ ഉണ്ടാവാൻ സാധ്യത ഉള്ള പോലെയാണ് ഈ 5 ഓഫ് ഫണ്ട് പറയുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകൾ നിങ്ങൾക്കെതിരെ കോൺസ്പിറസി ചെയ്യുന്നതൊക്കെ ആയിരിക്കും കേട്ടോ. അപ്പോൾ അതാണ് ഒരു ബോട്ടം വന്നിരിക്കുന്നത്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ കടുത്ത മാനസിക സമ്മർദ്ദത്തിൽ ഇരുന്നുകൊണ്ട് എന്ത് കാര്യം ചെയ്താലും അത് തന്നെ സംഭവിക്കത്തുള്ളൂ. മാനസിക സമ്മർദ്ദത്തോടുകൂടി ചെയ്താൽ ആ എനർജിയെ സംഭവിക്കത്തുള്ളൂ, മൊത്തം നെഗറ്റീവായിട്ട് വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ രാവിലെ എണീക്കുമ്പോൾ തന്നെ വളരെ ഹാപ്പി ആയിട്ടിരിക്കുക. ഇന്ന് നല്ല ദിവസമാണ്, ഇന്ന് ഏറ്റവും മനോഹരമായ കാര്യങ്ങൾ മാത്രം സംഭവിക്കുമെന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം നമ്മളിലേക്ക് വന്നു ചേരും. ഓക്കെ, അപ്പോൾ ഏറ്റവും പോസിറ്റീവായിട്ടിരിക്കുക. കിട്ടിയിട്ടുള്ള എല്ലാ സൗഭാഗ്യങ്ങൾക്കും ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ടേയിരിക്കുക. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുന്നത്. ഈ റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളവർ കമൻറ്റും കൂടെ ചെയ്യണം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.